തീർച്ചയായും ഈ മണിക്കൂറിൽ 15.17% കേരളം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകാനുള്ള വിവരം. തീർച്ചയായും സോമി 15.17% കേരളം എത്തിയിരിക്കുന്നു. 15% പോളിംഗ് ആണ് കോട്ടയത്ത് രേഖപ്പെടുത്തി 16% പോളിംഗ് ആണ് കോട്ടയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടി.പി. പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല കൂടിയാണ് കോട്ടയം. 16% 2 മണിക്കൂർ പിന്നിടുമ്പോൾ കോട്ടയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പോളിംഗ് ട്രെൻഡിനെ എങ്ങനെയാണ് ഈ സമയത്ത് വിലയിരുത്തേണ്ടത്? കോട്ടയത്ത് വളരെ ആശാവഹമായിട്ടൊരു പോളിംഗ് വന്നിരിക്കുന്നു. ഇവിടെ കൃത്യമായ രാഷ്ട്രീയത്തിനെല്ലാം തന്നെ അല്ലെങ്കിൽ കൃത്യമായി ചർച്ച ചെയ്ത വിഷയങ്ങൾക്കെല്ലാം തന്നെ ജനങ്ങൾ അതിന് ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ എത്തിയിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോമി, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ 2 മണ്ഡലങ്ങളിലെ ഒരു പോളിംഗ് തിരിച്ചുള്ള കണക്കുകൾ വന്നപ്പോൾ പാലായിലാണ് ജില്ലയിലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാല. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങളേറെ ചർച്ച ചെയ്തിട്ടുള്ള, കാർഷിക വിഷയങ്ങളേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലാണ് പോളിംഗ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു ജില്ലയിലെ ഒരു മൊത്തത്തിലുള്ളൊരു പരിച്ഛേദം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കാർഷിക വിഷയങ്ങളും സർക്കാരിനെതിരെ വരുന്ന വിവാദങ്ങളും ഇതെല്ലാം തന്നെ ചർച്ച ചെയ്ത ഒരു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ ഇതിന്റെ തന്നെ ഒട്ടാകെയുള്ള പ്രതിഫലനം ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ വളരെ ശരിയാണ് പ്രശാന്ത് പറഞ്ഞത്, വളരെ ശരിയാണ്. അതായത് കാർഷിക മേഖലയിലാണ് അല്ലെ പോളിംഗ് ശതമാനം ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കാർഷിക മേഖല സംബന്ധിച്ച് ഉയരുന്ന ആശങ്കയ്ക്കുള്ള രാഷ്ട്രീയ മറുപടി എങ്ങനെയാണ് ഉത്സുകമായി കേരളം അങ്ങോട്ടേക്ക് പോകുമ്പോൾ. പ്രശാന്ത്, ഇപ്പോൾ നമ്മോടൊപ്പം കണ്ണൂരിൽ നിന്നും ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, കാർഷിക പ്രശ്നങ്ങൾ കണ്ണൂരിലും വിഭിന്നമല്ല. ഇരിക്കൂർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോയാൽ നമുക്കത് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ 15% പോളിംഗ് ആണ് കണ്ണൂരിൽ ഏറ്റവും പുതിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളം ഏതാണ്ട് 15.17%. കണ്ണൂരിൻ്റെ മാത്രത്തിലേക്ക് എത്തിയാൽ ജോഷില. അജിംഷാദ്, കണ്ണൂരിൽ 15% പോളിംഗ് അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിൽ സംസ്ഥാന ശരാശരിയുടെ ഏകദേശം ഒരു പൊടിക്ക് താഴെ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നല്ല പോളിംഗ് ആണ് കണ്ണൂരിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റെല്ലാ ബൂത്തുകളിലും വലിയ തോതിൽ ഒരു നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നിര തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഒരു വലിയ ശതമാനം പോളിംഗ് അത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും വൈകുന്നേരത്തോടു കൂടി. കണ്ണൂരിൽ പ്രധാനമായും മലയോര മേഖലകളിൽ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാണ് വിഷയമായി വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടതും കാർഷിക പ്രശ്നങ്ങൾ തന്നെയാണ്. കർഷകരുടെ ദുരിതങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. വികസനം മുന്നോട്ട് പറഞ്ഞുകൊണ്ട് UDF വന്നപ്പോഴും ഇടതുമുന്നണി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും അത് ദേശീയ തലത്തിലായാലും കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന, രാഷ്ട്രീയം കൃത്യമായി ഇഴകീറി പരിശോധിക്കുന്ന വോട്ടർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ ജിഷയുടെ മരണം, അത് സംബന്ധിച്ച ആഭ്യന്തര മന്ത്രിയുടെ പ്രശ്നങ്ങൾ, മാത്രമല്ല ആഭ്യന്തര വകുപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് കണ്ണൂർ. അതിനപ്പുറം സൊമാലിയ എന്ന കേരളത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രിയുടെ വിശേഷണം, ഇതൊക്കെ തന്നെ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കൃത്യമായ രാഷ്ട്രീയ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ നമുക്ക് ജോഷ്ലിയുടെ പിറകിൽ കാണാവുന്നതാണ്. അത്തരത്തിലൊരു വലിയ ക്യൂവിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നതും. അങ്ങനെ ബൂത്തുകളിൽ വലിയ തരത്തിലുള്ള ഒരു തിരക്ക് തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും സോമി, ബൂത്തുകളിൽ എല്ലാ ബൂത്തുകളിലും, കണ്ണൂരിലെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പോളിംഗ് ബൂത്തായ BUP സ്കൂളിൽ, കോടിയേരി BUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരിയും അദ്ദേഹത്തോടൊപ്പം വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചെറുമക്കളും അടക്കം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ നിരയാണ്, വോട്ട് ചെയ്യാൻ എത്തിയവരുടെ നീണ്ട നിര തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനകം, ഒരു അരമണിക്കൂറിനകം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. സ്വാമി ജോഷ്ല, വടക്കൻ മേഖലകളിൽ ചില ജില്ലകളിലെങ്കിലും മഴ ഒരു പ്രശ്നമാകുന്നുണ്ട്. അത്തരത്തിൽ കണ്ണൂരിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? കാലാവസ്ഥ അനുകൂലം തന്നെയാണോ?
കാലാവസ്ഥ ഇതുവരെ അനുകൂലമായിരുന്നു. എന്നാൽ കാർമേഘങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. എന്നാൽ ഇതുവരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇതുവരെ വോട്ടിങ്ങിനെ ബാധിക്കുന്നിടത്തേക്ക് കാലാവസ്ഥ നീങ്ങിയിട്ടില്ല, മഴ പെയ്തിട്ടില്ല. ഇനി ഒരു പക്ഷേ മഴ പെയ്തേക്കാം. അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് കണ്ണൂരിൽ കാണുന്നത്. എങ്കിലും വോട്ടർമാരിൽ അത് ഒരു വൻ പോളിംഗ് ശതമാനം തന്നെ കണ്ണൂരിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ, കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ അത് UDF ഭരണത്തിനും LDFന്റെ ഭരണവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം, അതിനുശേഷം ഉണ്ടാകുന്ന വോട്ടർമാരുടെ വോട്ടിംഗ്, ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും കണ്ണൂര് വലിയ നീണ്ട ഒരു ക്യൂ തന്നെയാണ് അജിംഷാദ് നമുക്ക് കാണാൻ കാണാനാകുന്നത്. ഏതാണ്ട് 15% പോളിംഗ് ശതമാനം. പോളിംഗ് എത്തി നിൽക്കുന്നത് 15%. കേരളത്തിലാകമാനം 15.17% പോളിംഗ് ഉയർന്നിരിക്കുന്നു. ഉത്സുകതയോടെ ജനം പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് 21,000-ൽ പരം ബൂത്തുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന വിവരങ്ങൾ. ഒരു പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, ആദ്യഘട്ടത്തിൽ ചില സാങ്കേതികമായ തകരാറ് കൊണ്ട് ചെറിയ